പുരുഷന്മാരിൽ ആണുങ്ങളിൽ വലിയ തോതിൽ പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്നൊരു പ്രശ്നമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന് പറയുന്നത്. ചിലപ്പം പ്രശ്നങ്ങളിൽ വേദനകൾ ഉണ്ടാവും നടക്കുമ്പോൾ ഒക്കെ. പിന്നെ അടിവയറ്റിൽ വേദന, മൂത്രം ഒഴിക്കുമ്പോൾ ഫുള്ളായിട്ട് പോലെ ഉറ്റിയിട്ടാണ് പോവുക. മൂത്രം ഒഴിക്കുമ്പോൾ വേദന ഉണ്ടാവലുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ പുറത്ത് സെക്ഷൽ കംപ്ലയിൻറ്റ്സ്, ഇപ്പം ഉദാഹരണ പ്രശ്നം, ഉദ്ധരിക്കാത്ത പ്രശ്നം, അതേപോലെ ഭാര്യയായിട്ട് ബന്ധപ്പെടുമ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പം അത് പൂർണ്ണമായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി കിട്ടുന്നില്ല എന്നുള്ളതും. ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പം പനി ഉള്ളവരുണ്ട്, അതേപോലെ കാലിനൊക്കെ നീര് കാണും, അപ്പം ചിലപ്പോൾ തരിപ്പ്, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ അടുത്ത് ഇപ്പോൾ ഡോക്ടർക്ക് വന്നൊരു പേഷ്യൻ്റ് എനിക്കറിയാം, നീലഗിരി ഭാഗത്തുള്ളതാണ്. അപ്പം അവരെന്നെ ഞമ്മക്ക് അയച്ചൊരു വോയിസ് ഉണ്ട്, എന്തെന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പം എന്ന് പറഞ്ഞപ്പം ആദ്യ കൺസൾട്ടേഷനിൽ തന്നെ അവർക്ക് എന്ത് ചെയ്തു, മാറിയെന്നുള്ള വലിയൊരു സന്തോഷമല്ല നമ്മൾ അറിയിച്ചു. അപ്പോൾ അവരുടെ ഒരു കേസ് ഞാനിവിടെ വോയിസ് പ്ലേ ചെയ്യാം. അതിൽ തന്നെ ഒരു പ്രത്യേകം പറയുന്നുണ്ട്, കൊറോണ സമയത്താണ് ഇവർക്ക് ഇത് തുടങ്ങണത്. ഈ ബുദ്ധിമുട്ട് തുടങ്ങി 4-5 ഡോക്ടേഴ്സിന് അവരെ നാട്ടിൽ തന്നെ കാണിച്ച്, പിന്നെ സ്റ്റേറ്റ് ഇങ്ങോട്ട് വിട്ട് കോഴിക്കോടേക്ക് വന്ന് ഇവിടെയും അവിടുന്ന് മാറിയില്ല. അപ്പോൾ ഇവിടെയും കാണിച്ചു, 1-2 പേരെ കാണിച്ചു. ഇത് കഴിഞ്ഞ് അവർ ഏകദേശം ഒരു 4 വർഷത്തിന് ശേഷം ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തതിൽ 1% കൂടുതലാണെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ അതേ ഡോക്ടറോട് തന്നെ അവർ ചോദിക്കുകയും ചെയ്തു, ഇത് കൂടിയെന്നല്ലാണ്ട് എന്തുകൊണ്ട് കുറയുന്നില്ല. അപ്പം അങ്ങനെ മെഡിസിൻ വാങ്ങി വരുമ്പോഴാണ്, അതും ഇവർ പറയുന്നുണ്ട്, QNB ഹെൽത്ത് കെയറെ കുറിച്ച് കേട്ടു ഡോക്ടറെ മനസ്സിലാക്കിയെന്നുള്ളത്. ആദ്യ കൺസൾട്ടേഷനിൽ തന്നെ അവർക്ക് ആ ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്തു. അത് ഞാൻ വോയിസ് ഒന്ന് ഇവിടെ പ്ലേ ചെയ്യാം, അവർ പറയുന്ന അവരുടെ ഒരു സന്തോഷം. ഡോക്ടർ, എനിക്ക് 2018 പോസിറ്റീവ് ഗ്രന്ഥി വന്നതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ് 1, 2, 3, 4, 5 ഡോക്ടർമാരെ കാണിച്ചു. ഞാൻ ഡോക്ടറെ കാണിക്കാൻ എന്താ കാരണം അറിയോ? ഈ കൊറോണ ആയതുകൊണ്ട് ഇവിടുന്ന് സ്റ്റേറ്റ് വിട്ട് സ്റ്റേറ്റ് പോകാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇവിടെ വേറെ ഡോക്ടറെ കണ്ടത്. പിന്നെ കോഴിക്കോട് പോയിട്ട് മെയിൻ ഒരു വലിയ ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചു. ഡോക്ടറെ പറയുന്നില്ല, മാറി കിടക്കും. പിന്നെ കാലിക്കറ്റിൽ വലിയ ഡോക്ടറെ കാണിച്ചു. 4 വർഷം കഴിഞ്ഞിട്ടും ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ പറയുന്നത്, ഡോക്ടർ പറഞ്ഞത് 1 പോയിന്റ് അധികം ആയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും കാലം നോക്കിയത് ഇത് കുറയാൻ വേണ്ടിയിട്ടില്ല, കൂടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഡോക്ടർ, എന്താ ചെയ്യാന്ന് ചോദിച്ചു. പിന്നെ അപ്പൊ അവിടെ തൽക്കാലം മരുന്ന് വാങ്ങിട്ട് വന്നപ്പോഴാണ് ഈ കൊടുവള്ളി ഇവരെ പറ്റി, ഹെൽത്ത് കെയറിനെ പറ്റി അറിയുന്നത്. ഹെൽത്ത് കെയർ കാണിച്ചു. ഞാൻ പോസിറ്റീവ് ഗ്രന്ഥി വീക്കത്തിന് കാണിക്കാനാണ് പോയത്. മരുന്ന് തന്നു. പിന്നെ രണ്ടാമത് പോയപ്പോൾ എല്ലാം ബുദ്ധിമുട്ടുകളും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചോദിച്ചു. കാൽമുട്ടില് വേദന കൊണ്ട് നമസ്കരിക്കാൻ കസേരയിൽ ഇരുന്നാണ്. ഇപ്പോൾ അത് മാറി. സോഡിയത്തിന്റെ അപ്പോൾ അതൊക്കെ ഒരു പറയുന്നുണ്ട്, മുട്ടിന് വേദന ഉണ്ടായിരുന്നു, അതൊക്കെ മാറിയെന്നാണ് അവർ പറയുന്നത്. കുറച്ച് കുറവുണ്ടായിരുന്നു, അതിനും കുറെ വ്യത്യാസമുണ്ട്. വിരലുകൾക്കൊക്കെ തരിപ്പുകൾ ഉണ്ടായിരുന്നു. കൈകാലിന്റെ വിരൽ, കൈന്റെയും കാലിന്റെ വിരൽ, അത് കുറെ കുറവുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഷുഗറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ ഷുഗർ അങ്ങനെയാണ് മാവൂല, എന്നാൽ കുറച്ച് കുറവുണ്ട്. ഷുഗർ വന്നാൽ പിന്നെ പോവില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. 11 ദിവസം ട്രെയിനിൽ ഡൽഹി, അങ്ങനെ ആഗ്ര, അങ്ങനെ എല്ലാ ഭാഗത്തും പോയിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ സാധാരണ ഇവിടെ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടിയിരുന്ന ഒരാളായിരുന്നു. ഞാൻ ഒരു ധൈര്യത്തിൽ പോയതാണ്, പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ നോമ്പെടുക്കാന്ന് പറഞ്ഞാൽ രാവിലെ 4 മണിക്ക്. ഇപ്പം ഇവര് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കച്ചവടമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന, ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പോൾ ആഗ്ര ഭാഗത്തൊക്കെ പോയി ഇവർക്ക് സാധാരണ ഇവർക്കുള്ള പ്രശ്നമാണ്, ഒരു സദസ്സിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാലൊക്കെ ഭയങ്കര അസ്വസ്ഥതാണ്, ഈ വേദന അറിയിക്കാൻ പറ്റൂല എങ്ങനെയാണത് എന്നുള്ളത്. അപ്പം അതൊന്നും ഓർക്ക് എന്തില്ല, യാത്രകളിലൊന്നും ആ പറയപ്പെട്ട ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് ശരിക്കും ഇവരുടെ കേസിൽ ഡോക്ടർ ചെയ്തിട്ടുള്ളത്? ആളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഹൈ ഡോസ് മരുന്നുകൾ കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഓരോ ഏജിനനുസരിച്ചും നമ്മൾ അതിൻ്റെതായ ഡോസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ അവരുടെ ഹോമിയോപ്പതീൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ മുഴുവനായിട്ട് നോക്കും. അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് മരുന്നുകൾ കൊടുക്കാറുണ്ടായിരുന്നു. അത്രയും ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. ആകെ ഒരു 3-4 ഡോസ് മരുന്നുകളോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർക്ക് ഈ യൂറിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, മറ്റുള്ള പറഞ്ഞിട്ടുള്ള കടച്ചിൽ, കാലിൻ്റെ വേദന, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കവർ ചെയ്യുന്ന ഒരു റെമഡി മെഡിസിൻസ് കൊടുത്തു. അപ്പം നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് പേഷ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഭയങ്കര ആങ്സൈറ്റി പ്രശ്നങ്ങളും അതേപോലെ കാലിലെ ബുദ്ധിമുട്ടുകളും ഒക്കെ ആ ഒരു മെഡിസിൻസിലൂടെ കവറായിട്ട് നല്ല രീതിയിലൊരു ബെറ്റർ ക്യൂർ ഉണ്ടായിരുന്നു. ഇപ്പം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കുള്ള ആളുകൾക്ക്
ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷനുകളൊക്കെ കൂടുന്ന സമയത്ത് അത് ഇതിനെ ബാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ബാധിക്കാം. ഞാൻ പലരും നമ്മൾ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അടുത്തത് ഒന്നും കൂടി എന്ത് ചെയ്യും, വേദന കൂടുന്നു പറയാം. എന്താ ശരിക്കും ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനം നമ്മളിപ്പം ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ മാത്രമല്ല പറയുന്നത്, ഇപ്പം നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ഞാൻ പേഷ്യൻസിനോട് പറയാറ് നമ്മളെ ആ ഒരു സൈക്കോളജിക്കൽ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കണം എന്ന്. ഇപ്പോൾ ചിലർക്കൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇവൻറ്റിലേക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും, അല്ലെങ്കിൽ ഒന്ന് മോശം പോയി കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ ആവുന്നില്ല. അപ്പോൾ അവിടെ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് ചിലർ ചിന്തിക്കും, അയ്യോ ഞാൻ ടോയ്ലറ്റിൽ പോയില്ലേ എനിക്ക് ബുദ്ധിമുട്ട് കൂടും, അങ്ങനെ ആ ഒരു ഇതിലേക്ക് നമ്മൾ മൈൻഡിനെ കൺവേർട്ട് ചെയ്ത് വെച്ചു. അതേ ഒരു സെയിം തന്നെയാണ് ഇവിടെയും. സ്ട്രെസ് നമുക്ക് അമിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം വർദ്ധിക്കും. ഡോക്ടർ ഈ ടോയ്ലറ്റിന്റെ വിഷയം പറഞ്ഞപ്പോൾ തന്നെ ഈ ബുദ്ധിമുട്ടുള്ള ആളുകൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു കേസാണ്, ഒന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഓക്കെ, അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് പോയി, പക്ഷെ എന്നാലും മൂത്രം ഒഴിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ട് പോവുകയില്ല, മുറിഞ്ഞുകൊണ്ടാണ് അത്. അതെന്തുകൊണ്ട് ശരിക്കും അങ്ങനെ മൂത്രത്തിന് ഫ്ലോ ശരിക്കും വരാത്ത? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ പുരുഷന്മാരുടെ ശരീരത്തിൽ യൂറിൻ, നമ്മുടെ യൂറിൻ ഫ്ലോ കൺട്രോൾ ചെയ്യാനും അതേപോലെ ശുക്ലം സെമൻ പ്രൊഡക്ഷനൊക്കെ സഹായിക്കുന്നതാണ്. ഇത് ഈ ഗ്രന്ഥി എന്ന് പറയുമ്പം ഈ മൂത്രാശയ സഞ്ചിയില്ലേ, ആ സഞ്ചിൻ്റെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രായം എത്തുന്ന സമയത്ത് ഒരു 60-70, ഈ ഒരു പേഷ്യൻറ്റിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ 70 എബോവ് ഉണ്ട്. അപ്പോൾ ഒരു പ്രായം എത്തുന്ന സമയത്ത് ഈ ഗ്രന്ഥിക്ക് വീക്കം സംഭവിക്കും. യൂഷ്വലി അത് നീർവീക്കം സാധാരണഗതിയിൽ ഒരു വീക്കം സംഭവിക്കും. അതിന് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എക്സ്റ്റേണലി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും കൂടി ഒന്ന് വികസിക്കും. അതിനിപ്പോൾ നമ്മൾ മദ്യപിക്കുന്ന ആളുകളോ പുകവലിക്കുന്ന ആളുകളോ ഈ പറഞ്ഞ പോലെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെയും വർദ്ധിക്കുക എന്നല്ലാതെ അത് ഒരു പടി കുറയുകയില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും വീക്കം വരുന്ന സമയത്ത് ആ ഗ്രന്ഥി വീക്കം വരും. ഗ്രന്ഥി വീക്കം വരുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്താണ് ഞാൻ പറഞ്ഞു യൂറിനറി ബ്ലാഡർ, മൂത്രാശയ സഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്ലാഡറിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ വെള്ളം കുടിച്ച് ആ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ച് അത് മൂത്രമായിട്ട് കളയുന്ന ഒരു പ്രക്രിയയാണ് ബ്ലാഡറിൻ്റെയും അവിടെ ആ ഭാഗത്തുള്ള എല്ലാത്തിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രന്ഥി വീക്കം വരുന്ന സമയത്ത് ഈ ബ്ലാഡറിൽ ഗ്രന്ഥിൻ്റെ അഫക്ഷൻ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത് യൂറിനറി ബ്ലാഡർ ആയിരിക്കും, അല്ലെങ്കിൽ മൂത്രാശയ സഞ്ചിയിലായിരിക്കും. അപ്പം മൂത്രം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു ഓവർ പ്രഷർ കാരണം അല്ലെങ്കിൽ ആ ഒരു സ്റ്റോർ ചെയ്യുന്ന കപ്പാസിറ്റി അവിടെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും. പിന്നെ മൂത്രത്തിൻ്റെ ഒഴുക്ക് കുറയും, സ്പീഡിൽ പോകുന്നത് പെട്ടെന്ന് ഒഴുക്ക് കുറഞ്ഞു പോകും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ് കാണിക്കുക. ഇപ്പം ഡോക്ടർ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കേസാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ എടുത്തു നോക്കിയാൽ ചെറുപ്പക്കാരിൽ വന്നിട്ട് 20 വയസ്സ് 21, 18, 19 വയസ്സിലൊക്കെ ഈ പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ എന്തായാലും നമുക്ക് മനസ്സിലാവും ഇവർക്ക് ഈ ഹാബിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഇവരിൽ എങ്ങനെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്? പ്രായം കുറഞ്ഞിട്ടുള്ള ആളുകൾക്ക്, കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇപ്പൊ ബെഡ് വെറ്റിംഗ് അല്ലെങ്കിൽ കിടക്കയിൽ മുള്ളുക എന്ന് പറയും. അതൊക്കെ നമ്മുടെ ആ ഒരു കുഞ്ഞു പീരീഡ് ആവുന്ന സമയത്ത് നമ്മളെ ബ്ലാഡർ മൂത്രാശയ സഞ്ചിന്റെ ഒരു നോർമൽ എന്താ പറയുക ഒരു കൺട്രോൾ കപ്പാസിറ്റി ഉണ്ടാവും. ഒരു പ്രായം എത്തുന്നവരെ ആ കപ്പാസിറ്റി ഉണ്ടാവില്ല. ഒരു 2, 3, 3 വയസ്സ് അല്ലെങ്കിൽ 2.5 വയസ്സ് വരെയൊക്കെ കുട്ടികൾക്ക് ആ ബ്ലാഡർ കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പം ആ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്ലാഡറിന് കപ്പാസിറ്റി വരും, അല്ലെങ്കിൽ ആ ഒരു നാഡികൾക്ക് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷെ ആ ഒരു പീരീഡ് ആകുമ്പം പിന്നെ ആ കുട്ടികൾ ആ യൂറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നോർമലായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് ആ നാഡികൾക്ക്, ഇപ്പോൾ ചിലർ എവിടെയെങ്കിലും നടുകുത്തി വീണു പോയാൽ, ഒരു 20 വയസ്സ് അല്ലെങ്കിൽ ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ട് ആളുകൾക്കൊക്കെ പെട്ടെന്ന് ഒരു മൂത്രം പോകാനുള്ള തടസ്സങ്ങൾ വരുമ്പം അവിടെ നാഡികൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പം നടുകുത്തി വീണ് കഴിഞ്ഞാൽ ഈ നാഡികൾ നമ്മുടെ ബ്ലാഡറിലേക്ക് സപ്ലൈ ചെയ്യുന്ന നാഡികൾക്ക് എന്തെങ്കിലും ഒരു ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അതാണ് അവർക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നതല്ലേ. ഓക്കെ. പിന്നെ ഈ ഹാബിറ്റ്സ് പറഞ്ഞു, ഈ എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് ഇതിനെ ശരിക്കും ബാധിക്കുന്നത്? കാരണം ഈ വീഡിയോ കാണുന്നവരിൽ പലരും സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവരുണ്ടാവും, പുകവലിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ ബുദ്ധിമുട്ടില്ലാത്തവരുള്ളവരൊക്കെ ഉണ്ട്. ചിലപ്പം ബുദ്ധിമുട്ടുണ്ടായിട്ടും ഈ ഹാബിറ്റ്സിനെ കൊണ്ട് അറിയാത്തവരുണ്ടാവും എന്തുകൊണ്ട് എന്നുള്ളത്. ശരിക്കും എന്തൊക്കെ ഹാബിറ്റ്സ് ആണ്? ഹാബിറ്റ്സ് മെയിൻലി പുകവലിക്കുന്ന ആളുകൾ. കാരണം എനിക്ക് വന്നിട്ടുള്ള ഒരുപാട് കേസസുകളിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ പ്രശ്നം തന്നെ, അവർക്ക് ഒരു പേഷ്യൻ്റ് ഏകദേശം ഡെയിലി ഒരു 10-15 സിഗരറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ അസോസിയേറ്റ് ചെയ്ത് വന്ന്, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മരുന്നൊന്നും തരില്ല, ഫസ്റ്റ് ഇതിൽ ഞാൻ 1-2 ഡോസ് മരുന്ന് ഞാൻ തരും, പിന്നെ നിങ്ങൾ ആദ്യം കൺട്രോൾ ചെയ്യേണ്ട ആ പുകവലി ശീലമാണ്. അങ്ങനെ അവർ 10-15 പാക്കറ്റ് ഓഫ് സിഗരറ്റ് ആണ് കേട്ടോ. ആ സിഗരറ്റ് അവർ 15 നിന്ന് അവരൊരു 8-5 കുറച്ചു. അപ്പോൾ അവരുടെ യൂറിൻ്റെ പ്രശ്നങ്ങൾ നോർമലൈസ് ആയി.
അപ്പോൾ ആ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ആ ഒരു സ്മോക്കിംഗ് ഹാബിറ്റ്സ്. പിന്നെ അമിതമായിട്ട് മദ്യപിക്കുന്ന ആളുകൾ, മദ്യപാനം എന്ന് പറയും, ആൽക്കഹോൾ എന്ന് പറയും, ശരീരത്തിന് ആവശ്യമാണ്, പക്ഷെ അമിതമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഈ ഗ്രന്ഥി വീക്കം ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ മൂത്രസംബന്ധമായിട്ടൊക്കെ എന്തൊക്കെയാണ് നമുക്ക് കാണിക്കുക? ചിലപ്പോൾ തുടക്കത്തിൽ അങ്ങനെ ഒന്നും കാണിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ നോർമലി ഈ ഗ്രന്ഥി വീക്കം എന്ന് പറയുന്നത് നോർമൽ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 30 cc ആണ്. അതൊരു 35-40 cc ആയി കഴിഞ്ഞാലും ചിലർക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഓരോ ആൾക്കാർ ശരീരപ്രകൃതം അനുസരിച്ചായിരിക്കും. ചിലർ മെലിഞ്ഞ ശരീരമാണെങ്കിൽ അങ്ങനെ ലക്ഷണങ്ങൾ കാണിക്കില്ല. എന്നാൽ തടിച്ച് വീർത്തൊരു വണ്ണമുള്ള ശരീരമൊക്കെ ആണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ കാണിക്കും. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഷുഗറും കൊളസ്ട്രോളും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സിവിയർ സിംറ്റംസ് കാണിക്കും. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മൂത്ര സംബന്ധമായിട്ട് മെയിൻ സിംറ്റം കാണിക്കാം. ലൈക്ക് മൂത്രം പോകുന്ന സമയത്ത് വേദന അനുഭവപ്പെടാം, ഒരു പുകച്ചിൽ പോലെ. എന്താണെന്ന് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. വേദനയാണോ കടച്ചിലാണോ പുകച്ചിലാണോ എന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് ഒരു പെയിൻ ഫീൽ ചെയ്യാം. സെക്കൻഡ് തിങ്, യൂറിൻ്റെ ഫ്ലോ. ഇപ്പോൾ നമ്മളൊരു പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ എത്ര ഫോഴ്സിലാണ് ആ ഒരു വെള്ളം പോകുന്നത്, ആ ഒരു ഫോഴ്സ് അവിടെ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ വളരെ നേർത്ത രീതിയിൽ യൂറിൻ പോകുന്ന ഒരവസ്ഥ. പിന്നെ ഫ്രീക്വൻസി ഉണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നുക. നോർമലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നേരമൊക്കെ എണീക്കും. പക്ഷേ ഈ പ്രോസ്ട്രേറ്റ് വീക്കുള്ള ആളുകൾ 4-5 വട്ടം എണീക്കാറുണ്ട്. ഈ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു കേസിൽ വന്നിട്ടുള്ള സെയിം സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാത്രി കിടക്കാൻ നേരം കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞു, ആദ്യം ഒരു 10 മണിക്ക് കിടക്കും, പിന്നെ ഒരു 2 മണിയാകുമ്പോൾ എണീക്കും, 3 മണിയാകുമ്പോൾ എണീക്കും, അങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ട് അവർ എണീക്കുന്ന ഒരു ഫ്രീക്വൻസി നന്നായിട്ട് കാണുന്നുണ്ട്. ദെൻ അതിനോടൊപ്പം ഉദാഹരണക്കുറവിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്, ശീഘ്രസ്ഖലനത്തിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്, അടിവയറ്റുന്നൊരു വേദന കാണിക്കാം, ചിലപ്പം യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പഴുപ്പ് കാണാം, ഇൻഫെക്ഷൻ പോലെയൊക്കെ കാണിക്കാം, ചിലപ്പോൾ പനി ഉണ്ടാവും, പഴുപ്പ് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഫീവർ ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ദെൻ അസോസിയേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഷുഗറിൻ്റെ സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളും ഉണ്ടാവാറുണ്ട്. ഡോക്ടർ ഈ പറയപ്പെട്ട ഏതെങ്കിലും ലക്ഷണങ്ങളോ അല്ലെങ്കിൽ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അത് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് കൂടുതൽ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. അതേപോലെ സർജറി പറഞ്ഞ കേസുകൾ ഇപ്പം ഇവരിലൊക്കെ പുറത്ത് നമ്മൾ എങ്ങനെ പോയി കഴിഞ്ഞാലും സർജറിയാണ് ഓപ്ഷൻ. അപ്പോൾ ഈ സർജറി പറഞ്ഞ കേസ് പോലും ഒരു പേടിയും ഇല്ലാതെ, സർജറി ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും. ഒന്നുകൊണ്ട് പേടിക്കേണ്ട. പിന്നെ ഇവരുടെ കേസിൽ എങ്ങനെയാണ് ഡോക്ടർ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്? ഇവരുടെ കേസിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞില്ലേ, അവരെ ഹോൾ പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഡയറ്റും കൊടുത്തിട്ടുണ്ട്, പ്ലസ് മെഡിസിൻസും ഉണ്ട്. മെഡിസിൻസ് ചെറിയൊരു ഡോസസും ഡ്രോപ്സ് കാര്യങ്ങളൊക്കെയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി കൂട്ടാനും അതേപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്നുകളാണ് മെയിൻലി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ നീർക്കെട്ട് കുറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവരെ യൂറിൻ ഫംഗ്ഷനിങ് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആവും. പിന്നെ സെക്ഷൽ കംപ്ലയിൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രായം എത്തുമ്പം നമുക്കത് എന്താ പറയുക, കംപ്ലയിൻസിനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ബട്ട് ചില കണ്ടീഷൻസ് വരുന്ന സമയത്ത് അത് ആ ഒരു ബാലൻസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും യൂറിൻ പ്രശ്നങ്ങൾ ഒരുവിധം നോർമലൈസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡയറ്റ് പ്ലാനിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു നീർക്കെട്ടാണ്, ഗ്രന്ഥി വീക്കമാണ്. അപ്പോൾ ആ വീക്കത്തിനെ കുറയ്ക്കുന്ന ആഹാരങ്ങൾ കഴിക്കാൻ പറഞ്ഞു. അതിപ്പം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ ലൈക്കോപ്പിൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സീഡ്സുകളിൽ പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്സുകൾ കഴിക്കുക. പിന്നെ മീൻ, മുട്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സസൈസ് നന്നായിട്ട് ചെയ്യാൻ പറഞ്ഞു. ഷുഗറുകളും ഉണ്ട്, എക്സസൈസ് ചെയ്യണം. ലൈക്ക് നമ്മുടെ ഈ പെൽവിക് ഫ്ലോർ അല്ലെങ്കിൽ അരക്കെട്ടിന് കീഴ്പോട്ടുള്ള ആ ഒരു മസിൽസിനെ ആക്റ്റീവ് ആക്കാനുള്ള ലൈക്ക് എക്സസൈസ് കാര്യങ്ങൾ, കീഗൽ എക്സസൈസുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. ലൈക്ക് അതിന് അരിയാഹാരങ്ങൾ കുറയ്ക്കുക, മാംസാഹാരങ്ങളൊക്കെ റെഡ് മീറ്റ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ഓക്കെ, അത് ആ ഒരു സൈഡിൽ തന്നെ കൊടുത്തു, അങ്ങനെ കൺട്രോൾ ആയിട്ടുണ്ട്. അപ്പം ഒരു ബോത്ത് ഡയറ്റും മെഡിസിൻസിലൂടെയാണ് കൺട്രോൾ ആയിട്ടുള്ളത്. ഡയറ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്ന് ഞാൻ പറയുന്നില്ല, മെയിൻലി നമ്മൾ മെഡിസിൻസിൻ്റെ ആക്ഷൻസിലൂടെയാണ് ഒരുവിധം കവറപ്പ് ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അവർ പറയുന്നുണ്ട്, നിസ്കരിക്കുന്ന സമയത്ത് കാല് മുട്ടുവേദന, നല്ല തരിപ്പ്, കൈകാലൊക്കെ തരിപ്പുണ്ടായിരുന്നു. ഒന്നുമില്ല, ഷുഗർ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്തു, ഷുഗറും കൂടി നമ്മൾ നോർമൽ ആക്കി എടുത്തു. ഷുഗർ എത്രയാണ് ഓർമ്മ ഉണ്ടോ ഡോക്ടർക്ക്? ഫാസ്റ്റിംഗ് ഷുഗർ ഏകദേശം ഒരു 250 അത്ര കാണിച്ചിട്ടുണ്ടായിരുന്നു. മെഡിസിൻ എടുത്തതിന് ശേഷം ഒരു 100ന്റെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു എന്നല്ല, ബാലൻസ് ആയി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ഡോക്ടർ ഇത്രയും പറഞ്ഞ കാര്യങ്ങളും ഇപ്പം ഒരുപാട് ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്നവർക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടോ ഇല്ലേ, ഞാൻ ആ സ്റ്റേജിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം എന്തായാലും നമ്മൾ ടെസ്റ്റ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ എന്ത് ടെസ്റ്റാണ്
നമ്മൾ ഇതിന് ചെയ്യേണ്ടതില്ല. ചെയ്യേണ്ടത്? ഈ ഒരു വ്യക്തിയാണെങ്കിൽ അയാള് 10-25 കൊല്ലം 5 കൊല്ലത്തിന് മേലെയായിട്ട് ഈ ബുദ്ധിമുട്ട് കൊറോണ കാലത്തിന്റെ സമയത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേഷ്യന്റിന്റെ കയ്യിൽ തന്നെ കുറെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ യൂഷ്വലി ടെസ്റ്റ് പറയാന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് നമ്മളൊരു യൂറിൻ ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിൽ പഴുപ്പോ പഴുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരും. അപ്പം നമുക്ക് മൂത്രമൊഴിക്കാൻ തടസ്സങ്ങളും വേദനയും കടച്ചിലും വരും. അപ്പം ബേസിക് ആയിട്ടും യൂറിൻ ടെസ്റ്റ് ചെയ്യാം. ഇനി അത് ഏത് ബാക്ടീരിയ ആണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിനെ കൾച്ചർ ചെയ്യുക, യൂറിൻ കൾച്ചർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി സെക്കൻഡ് തിങ് സ്കാനിങ് ചെയ്യുക, അതായത് വയറ് സ്കാൻ ചെയ്ത് നോക്കുക, ഗ്രന്ഥി എത്രത്തോളം നീർവീക്കം സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വൃഷ്ണ സംബന്ധമായിട്ട് എന്തെങ്കിലും വേദനയും തടിപ്പും ഉണ്ടെങ്കിൽ ആ ഭാഗത്തും സ്കാനിങ് ചെയ്യാം. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ബേസിക് ആയിട്ട് നമ്മളിപ്പം ഇതൊരു വളർച്ചയായതുകൊണ്ട് മിക്ക ആളുകളും ചിന്തിക്കുക ക്യാൻസർ ആയിരിക്കുമോ എന്നാണ്. എന്തെങ്കിലും ഒരു വളർച്ച കാണുമ്പോൾ തന്നെ അത് ക്യാൻസർ ആയിരിക്കുമോ എന്ന് ചിന്തിക്കും. അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. അതിൽ PSA പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഒരു 5-ൽ താഴെയൊക്കെ ആണെങ്കിൽ നോർമലാണ്, പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. പിന്നെയും റേസ്ഡ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ചെയ്യേണ്ട ടെസ്റ്റുകൾ വരെ ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ പ്രോസ്റ്റേറ്റ് വീക്കോ ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല. സർജറി എന്ന ഓപ്ഷനിലേക്ക് നമ്മൾ പോകാതെ തന്നെ, സർജറി ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ QNB ഹെൽത്ത് കെയറിലാണ് ഡോക്ടർ ജൂഹി മാം. അപ്പം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നമുക്കുണ്ടോ, മൂത്രമൊഴിക്കുന്ന സമയത്ത് വേദന ഉണ്ടോ, ഉറ്റിയിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടോ. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പം സെക്ഷൽ കംപ്ലയിൻറ്റ്സ് അതെ, അതൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത രൂപത്തിലാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അവരൊക്കെ ഡോക്ടർ പറഞ്ഞ പോലെ ഇതുകൊണ്ട് വലുതാകുന്ന കാണുമ്പോൾ ക്യാൻസർ ആണെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ടെസ്റ്റ് എടുത്തിട്ട് ഡോക്ടറുടെ ഒരു അഡ്വൈസ് എന്നുള്ള നിലക്ക് നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം കൂടുതൽ വിവരങ്ങളുമായിട്ട് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. QNB ഹെൽത്ത് കെയറിലാണ്. അപ്പോൾ ബൈ.